ഫ്രണ്ട്സിൽ നിന്ന് ഞങ്ങൾ പോണത് കുട്ടികളുടെ സ്കൂൾ തുറക്കല്ലേ, അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഞങ്ങളെടുത്ത വീഡിയോ ആണ്, ഇത്തിരി ലാഗായി അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഒക്കെ. അപ്പോൾ ഇതാ നമ്മൾ സ്കൂൾ സാധനങ്ങളെല്ലാം ഉള്ളൊരു ഷോപ്പിലേക്കാണ് പോയത്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്, നോട്ട്ബുക്ക്, അതുപോലെ പെൻസിൽ, റേസർ, കളേഴ്സ്, എല്ലാം സ്കൂൾക്ക് ആവശ്യമായ വാട്ടർ ബോട്ടിൽ, സ്നാക്സ് ബോക്സ്, ലഞ്ച് ബോക്സ്, കുട, ബാഗ്, അങ്ങനത്തെ എല്ലാ പൗച്ച്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. മറിയക്കുട്ടി വന്ന പാടെ തന്നെ ഒരു പൗച്ചും കയ്യിൽ പിടിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പൗച്ച് അത്ര ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല, കുറച്ച് പഴയതാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പൗച്ച് വാങ്ങിയിട്ടില്ല. പൗച്ച് നമുക്ക് വേറെ വാങ്ങാമെന്ന് പറഞ്ഞു മോളോട്. കുറച്ച് നോട്ട്സൊക്കെ നല്ല അടിപൊളി നോട്ട്സാണ് കേട്ടോ. നല്ല റേറ്റ്, ഓവർ റേറ്റും ഇല്ല, നമുക്ക് നല്ല പേജ്, നല്ല നീറ്റായ പേജും കാര്യങ്ങളും, നല്ല സൂപ്പർ നോട്ട്സാണ്. പിന്നെ നമ്മളെ ബോക്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടെന്നുകൊണ്ട് ബോക്സൊന്നും വാങ്ങിയില്ല. പെന്ന്, പെൻസിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ബുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും വാങ്ങി. അതുപോലെ മക്കൾ അത് പിടിക്കാനുള്ള തല്ലുകൂടലിലാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇതാ റിസക്കുട്ടിക്ക് വിശന്ന്. അപ്പോൾ റിസക്കുട്ടി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ അടിച്ചിട്ട് ഇതാ നമ്മൾ നേരെ സ്മൂച്ചോ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് വന്നിട്ടുണ്ട്. അവിടെ കൂടുതലും ഡെസേർട്ട്, അതുപോലെ പിസ്ത, കുനാഫ, അങ്ങനെ അതിൻ്റെ പലതരം ഐറ്റംസാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ ഈ കുനാഫ ചോക്ലേറ്റിൻ്റെ. അപ്പോൾ നമ്മൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ പോയി. അത് കടയുടെ ഷോപ്പിൻ്റെ പേര് സ്മൂച്ചോ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ പോണത്. നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത്, അതിന് ശേഷമാണ് സീറ്റ് ഒഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഉള്ളിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ പിസ്ത കുനാഫാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് കഴിക്കണമെന്ന് നമ്മൾ കുറേ വിചാരിക്കുന്നു. അപ്പോൾ മെനു കൊടുത്ത് തന്നപ്പോൾ കുട്ടികൾ സെലക്ട് ചെയ്തത് അതാണ്. വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഓവർ റേറ്റ് ഒന്നുമില്ല, എന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റിയ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഉണ്ട് സംഭവം. അപ്പോൾ അതാണ് സാധനം കേട്ടോ. കാണുമ്പോൾ തന്നെ അടിപൊളിയല്ലേ, വെറൈറ്റി അല്ലേ ഗൈസ്. അപ്പോൾ ഇതാ കുട്ടികൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് വീഡിയോ എടുക്കാനും കൂടെ സമ്മതിക്കുന്നില്ല, അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവർ. അപ്പോൾ ഇതാ മറിയക്കൂട്ടി കഴിച്ച പാടെ അടിപൊളി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ റഫാനും പിന്നെ ഞാനൊക്കെ കഴിച്ചപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മധുരമായതുകൊണ്ട് ഓവറായിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ പെട്ടെന്നൊരു മടുപ്പ് തോന്നും, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഫസ്റ്റ് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയാണ്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. സാധാ ഐസ്ക്രീമിൻ്റെയും അങ്ങനത്തെ ഒക്കെ ഒരു ടേസ്റ്റ് അല്ല, വേറൊരു വെറൈറ്റി ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ചോ കേട്ടോ. കുനാഫ ഐറ്റംസ് ഇപ്പോൾ എല്ലാം ട്രെൻഡിങ് ആണല്ലോ, എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അടിപൊളി സാധനമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. മറിയക്കുട്ടിക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ മറിയക്കുട്ടി പറയാം, ഇത് എന്ത് അതൊരു രസമില്ല, എനിക്ക് ഡയറി മിൽക്ക് മതി.